അവസരം കിട്ടിയാൽ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ മോസ്ക് കോമ്പൗണ്ടിൽ ഒരു ജൂത പള്ളി പണിയും. ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമിർ ബെൻഗുർ കഴിഞ്ഞ വർഷം നടത്തിയ ഈ പരാമർശം ചില്ലറ കോളിളക്കമൊന്നുമല്ല സൃഷ്ടിച്ചത്. ഇസ്രയേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് അൽ അക്സ മോസ്ക് പരിസരത്ത് ഇസ്രയേൽ കൊടി നാട്ടുമെന്ന വലതുപക്ഷ നേതാവായ ബെൻഗുരിന്റെ പ്രസ്താവന അറബ് ലോകത്തെ ഒന്നാകെ അസ്വസ്ഥപ്പെടുത്തുകയും മേഖലയെ മതയുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക പരത്തുകയും ചെയ്തു. ഇപ്പോഴിതാ പതിവ് തെറ്റിച്ച് ആദ്യമായി ഒരേ സമയം 180 ജൂതന്മാരുടെ സംഘത്തെ ഇസ്രയേൽ പോലീസ് അൽ അക്സ കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിച്ചെന്നാണ് ഇസ്രയേലി പത്രമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. മേഖലയിൽ പുതിയ മത രാഷ്ട്രീയ സാഹചര്യത്തിനുള്ള നിലമൊരുക്കലാകുമോ ഇത്? ക്രൈസ്തവ, ഇസ്ലാം, ജൂത മതങ്ങൾക്ക് ഒരുപോലെ പ്രധാനപ്പെട്ട വിശുദ്ധ നഗരമാണ് ജെറുസലേം. ജെറുസലേമിലെ മൗണ്ട് മോറിയ അഥവാ മോറിയ കുന്നിൽ ഏകദേശം 37 ഏക്കർ മാത്രം വിസ്തീർണമുള്ള പ്രദേശമാണ് ടെമ്പിൾ മൗണ്ട് എന്നറിയപ്പെടുന്നത്. ഈ ടെമ്പിൾ മൗണ്ടിലാണ് ഇസ്ലാം മതവിശ്വാസികളുടെ വിശുദ്ധമായ അൽ അക്സ പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ മൂലകാരണങ്ങളിലൊന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അൽ അക്സ പള്ളിയും അത് സംബന്ധിച്ച അവകാശവാദങ്ങളും. ഇസ്ലാം മതവിശ്വാസികളുടെ 2 ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു കോമ്പൗണ്ടിനെയാണ് അൽ അക്സ എന്ന് വിളിക്കുന്നത്. ഡോം ഓഫ് ദ റോക്കും അൽ അക്സ പള്ളിയുമാണ് ഈ 2 ആരാധനാലയങ്ങൾ. മക്കയ്ക്കും മദീനയ്ക്കും ശേഷം മുസ്ലിങ്ങളുടെ 3ാമത്തെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ് അൽ അക്സ പള്ളി. അൽ അക്സ എന്നാൽ പരമോന്നതം എന്നാണ് അർത്ഥം. അൽ അക്സയെയും ചുറ്റുമുള്ള പ്രദേശങ്ങളെയും അനുഗ്രഹീത ഭൂമിയായാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഖിബ്ലയാണിത്. എന്നാൽ വിശ്വാസികൾ ഇപ്പോൾ നിസ്കരിക്കുന്നത് മക്ക പള്ളിയുടെ ദിശയിലാണ്. 1967 യുദ്ധത്തിൽ ഗസയും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തതോടെയാണ് അൽ അക്സ പള്ളിയും ഇസ്രയേൽ നിയന്ത്രണത്തിലായത്. അന്നത്തെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി മോഷെ ദയാൻ പള്ളിയുടെ ഭരണം ഇസ്ലാമിക വഖഫിൽ നിലനിർത്തുകയും സുരക്ഷ ഇസ്രയേൽ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. ജോർദാനിലെ ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന് കീഴിലെ ഇസ്ലാമിക് വഖഫ് ഓഫ് ജെറുസലേമിനാണ് ഇതിന്റെ പരിപാലന ചുമതല. വഖഫുമായുള്ള ഏകോപനത്തിലൂടെയാണ് ഇസ്രയേലിന്റെ സുരക്ഷാ സേന പള്ളി ഭൂമിയിൽ സാന്നിധ്യം നിലനിർത്തുന്നത്. അൽ അക്സ പ്രദേശത്ത് എല്ലാ മതസ്ഥർക്കും സന്ദർശനം നടത്താം. എന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അൽ അക്സ മോസ്കിൽ ആരാധന നടത്താൻ അനുവാദമുള്ളത്. ടെമ്പിൾ മൗണ്ട് ജൂതന്മാർക്കും വിശുദ്ധ കേന്ദ്രമാണ്. 2 സുപ്രധാന ജൂത ദേവാലയങ്ങൾ നിലനിന്ന സ്ഥലമാണിതെന്നാണ് ജൂതന്മാരുടെ വിശ്വാസം. 515 BC-യിൽ സോളമൻ രാജാവ് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആദ്യ ദേവാലയം BC 70-ൽ ബാബിലോണിയൻസ് തകർത്തു. ദൈവസാന്നിധ്യമുള്ള ഈ പരിശുദ്ധ ഭൂമിയിലാണ് ലോകസൃഷ്ടി നടന്നതെന്നാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത്. BC 20-ൽ ഹേറൂദ് രാജാവ് നിർമ്മിച്ചതാണ് 2ാമത്തെ ദേവാലയം. ഇതിന്റെ ഒരു ചുമര് മാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത്. അൽ അക്സ പള്ളിക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഈ വെസ്റ്റേൺ വാൾ ജൂതന്മാരുടെ ഏറ്റവും പരിശുദ്ധമായ ആരാധനാ ഇടമായാണ് കണക്കാക്കപ്പെടുന്നത്. കാലങ്ങളായി ഇസ്ലാമിക് വഖഫിന്റെ അനുമതിയില്ലാതെ നിയമങ്ങൾ ലംഘിച്ച് ജൂതന്മാർ അൽ അക്സ പള്ളിയിലും ടെമ്പിൾ മൗണ്ടിലും സന്ദർശനം നടത്തുന്നതും പരസ്യമായി പ്രാർത്ഥനകൾ തുടരുന്നതും ഒപ്പം മുസ്ലിം വിശ്വാസികൾക്ക് ഇവിടേക്കുള്ള പ്രവേശനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും കടുത്ത പ്രതിഷേധങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇസ്രയേൽ പിന്തുണയോടെ ജൂത കുടിയേറ്റവും നടക്കുന്നുണ്ട്. 2000-ൽ അന്നത്തെ ഇസ്രയേൽ പ്രതിപക്ഷ നേതാവായിരുന്ന ലിക്വിഡ് പാർട്ടിയുടെ ഏരിയൽ ഷാരോണും പാർലമെന്റ് അംഗങ്ങളും 100 കണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടെ അവിടെ കയറിയത് വൻ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഇതാണ് 5 വർഷം നീണ്ട അക്രമാസക്തമായ 2ാം അറബ് വിപ്ലവം അഥവാ 2ാം ഇൻതിഫാദയിലേക്ക് നയിച്ചത്. ഇതിൽ ആയിരക്കണക്കിന് സിവിലിയന്മാർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പലസ്തീനികളെ ഇസ്രയേൽ തടവിലാക്കുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിലും സമാന സംഭവങ്ങൾ ഉണ്ടായി. 2022-ൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ അധികാരമേറ്റ ശേഷം പ്രകോപനവുമായി ഇറ്റമിർ ബെൻഗുർ തന്നെ നിരവധി തവണയാണ് അൽ അക്സയിൽ പോയത്. ഇത് വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും മേഖലയിൽ അസ്വസ്ഥത പരത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം 100 കണക്കിന് ജൂതന്മാരെയാണ് അൽ അക്സ കോമ്പൗണ്ടിൽ പ്രവേശിക്കാൻ ഇസ്രയേൽ പോലീസ് അനുവദിച്ചത്. 180 പേരടങ്ങുന്ന സംഘങ്ങളാണ് ഒറ്റയടിക്ക് ടെമ്പിൾ മൗണ്ടിൽ എത്തിയതെന്നാണ് ഹാരറ്റ്സ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അധികാരികൾ ഇതുവരെ അനുവദിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സംഖ്യയാണിത്. സാധാരണയായി ഒരേ സമയം ഏകദേശം 30 പേരടങ്ങുന്ന സംഘങ്ങൾക്ക് മാത്രമേ പോലീസ് പ്രവേശനാനുമതി നൽകിയിരുന്നുള്ളൂ.
എന്നാൽ പെസഹ പെരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ ആയിരക്കണക്കിന് ജൂതന്മാർ പുണ്യസ്ഥലം സന്ദർശിച്ചെന്നാണ് അൽ-അക്സയിൽ ജൂത തീർത്ഥാടനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജൂതവിരുദ്ധ സ്റ്റാറ്റസ് കോ റദ്ദാക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ടെമ്പിൾ മൗണ്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന സംഘടന വ്യക്തമാക്കുന്നത്. ജെറുസലേം നഗരത്തിലേക്കുള്ള ലയൺസ് ഗേറ്റിന്റെ പ്രവേശന കവാടത്തിൽ ആയിരക്കണക്കിന് ജൂതവിശ്വാസികൾ നൃത്തം ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു. അതേസമയം മുസ്ലിം വിശ്വാസികളെ പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് അൽ-അക്സ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ച് കടക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് നല്ല സൂചനയല്ലെന്നാണ് ഇസ്ലാമിക് വഖഫ് അധികൃതർ ആശങ്കപ്പെടുന്നത്. ജൂതന്മാർക്ക് അൽ-അക്സയിൽ പ്രാർത്ഥനയ്ക്ക് അർഹതയുണ്ടെന്നും അവിടെ ജൂത ദേവാലയം നിർമ്മിക്കുമെന്നുമുള്ള ഇറ്റമിർ ബെൻഗുറിന്റെ വാക്കുകൾ അത്തരത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ പരസ്യ പ്രസ്താവനയായിരുന്നു. എന്നാൽ ടെമ്പിൾ മൗണ്ടിലെ നിലവിലെ സ്ഥിതി മാറിയിട്ടില്ലെന്നും ഇനി മാറുകയില്ലെന്നുമാണ് അന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്.